പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 16ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡേറ്റ ടേബിളുകളെ കുറിച്ചാണ്. about the preparing reports using data tables. ഡേറ്റ ടേബിളുകൾ ലിബ്ര ഓഫീസ് കാൽക്ക് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. A data table shows the results of some formula by substituting different values. It enables what if analysis. The multiple operations command calculates results depending on the formula. ഒരു നിശ്ചിത ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തുകയും അതിനനുസരണമായിട്ട് വേരിയബിൾസ് ചേഞ്ച് ചെയ്യുമ്പോൾ കാൽക്കുലേഷനുകളിൽ എങ്ങനെ വ്യതിയാനം വരുന്നു എന്നുള്ളതാണ് ഇത്തരം ഡേറ്റ ടേബിൾസിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ലിബ്ര ഓഫീസ് കാൽക്കിൽ ഡേറ്റ മെനുവിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്നുള്ള ഓപ്ഷൻ ലഭ്യമാണ്. അതുപയോഗിച്ചുകൊണ്ടാണ് ഡേറ്റ ടേബിളുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരം ഡേറ്റ ടേബിൾസാണ് ഉള്ളത്. ഒന്നാമതായിട്ട് വൺ വേരിയബിൾ ഡേറ്റ ടേബിൾ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടു വേരിയബിൾ ഡേറ്റ ടേബിൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ വൺ വേരിയബിൾ ഡേറ്റ ടേബിളിൽ ഒരു വേരിയബിൾ ഫിക്സഡ് ആയിട്ട് റിമൈൻഡ് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു വേരിയബിൾ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ടു വേരിയബിൾ ഡേറ്റ ടേബിളിലാവുമ്പോൾ രണ്ട് വേരിയബിളും ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ് അവിടെ റിസൾട്ടായിട്ട് ലഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ വൺ വേരിയബിൾ ടേബിൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം. about the preparation of one variable data table. It shows the effect in the result of a formula at different values of a variable. Here, the value of one variable changes and its effect in the result will be shown in a table form. Here, the other variable remains constant in all the cases. പേര് സൂചിപ്പിക്കുന്ന പോലെ വൺ വേരിയബിൾ ഡേറ്റ ടേബിളിൽ ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും അതിനനുസരണമായി മറ്റൊരു വേരിയബിളിൽ എന്ത് ചേഞ്ചസ് വരുന്നുവെന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഫോർ എ ലോൺ ഓർ റുപ്പീസ് 1 lakh അറ്റ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. പറഞ്ഞ എക്സാമ്പിളിൽ ലോൺ എമൗണ്ട് ഫിക്സഡ് ആയിട്ട് റിമൈൻഡ് ചെയ്യുന്നു. എന്നാൽ വ്യത്യസ്ത ഇൻട്രസ്റ്റ് റേറ്റുകളിൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ വേരിയബിൾ ടേബിൾ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്ന ആ വേരിയബിൾ ഫിക്സഡ് ആയിട്ട് റിമൈൻഡ് ചെയ്യുന്നു. അതായത് എല്ലാ കേസിലും 1,00,000 രൂപയാണ് ലോൺ എമൗണ്ട്. എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേരി ചെയ്യുന്നു. അപ്പോൾ അവിടെ വ്യത്യസ്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആകുന്ന കേസുകളിൽ 1,00,000-ൻ്റെ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് ഈ ടേബിളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ വൺ വേരിയബിൾ ഡേറ്റ ടേബിളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്യുകയും ഇൻ ദിസ് കേസ് ദ എമൗണ്ട് ഓഫ് ലോൺ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് the rate of interest, another variable changes.
ഉദാഹരണമായിട്ട് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1,00,000ൻ്റെ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്ര അടയ്ക്കേണ്ടി വരും? അത് 12%, 14%, 16% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേരി ചെയ്യുമ്പോൾ അതിനനുസരണമായിട്ട് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിൽ എന്താണ് ചേഞ്ച് വരുന്നതെന്നാണ് ഇത്തരത്തിലുള്ള വൺ വേരിയബിൾ ടേബിളിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. Here, the rate of interest may vary, say 8%, 9%, 10%, 11%, 12%, etc. Here the loan amount remains constant, but the rate of interest changes. ഇത്തരത്തിൽ രണ്ട് വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൽ ഒരു വേരിയബിൾ സ്ഥായിയായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയും മറ്റൊരു വേരിയബിൾ ചേഞ്ചസ് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് വൺ വേരിയബിൾ ഡാറ്റ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വൺ വേരിയബിൾ ഡാറ്റ ടേബിളിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ വൺ വേരിയബിൾ ഡാറ്റ ടേബിൾ? ഒരു വൺ വേരിയബിൾ ഡാറ്റ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് കാണാം. ആദ്യമായി എൻ്റർ ദ റിക്വയർഡ് ഡാറ്റ ഇൻ ദ വർക്ക്ഷീറ്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ റിസൾട്ട് ഓഫ് വൺ കേസ് ബൈ യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മൾ വൺ വേരിയബിൾ ഡാറ്റ ടേബിൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫോർമുല ഉപയോഗിച്ച് ആവശ്യമായ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ വർക്ക്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർമുല ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ നടത്തുക. ഉദാഹരണമായിട്ട് നമ്മൾ മുമ്പ് കണ്ട കേസിൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് ലോണിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഒരു ഫോർമുല ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ കേസിലുള്ള ഒരു റിസൾട്ട് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു. അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തുന്നു. ദെൻ സെക്കൻഡ്ലി എൻ്റർ ദ ഹെഡിങ് ഫോർ ദ ചേഞ്ചിങ് വേരിയബിൾ കോളം and the result column. Also enter the possible values of changing variable in different cells of the column. അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഇനി വൺ വേരിയബിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചിങ് വേരിയബിൾ ഏതാണോ, നമ്മൾ കണ്ടു രണ്ട് വേരിയബിൾ നമ്മൾ പരിഗണിക്കുന്നു. അതിൽ ഒന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും മറ്റത് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ ഏതാണോ ആ വേരിയബിൾ അതിൻ്റെ പോസിബിൾ വാല്യൂസ് ഒരു കോളത്തിലും, ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഹെഡിങ്ങും നൽകുക. അപ്പോൾ രണ്ട് കോളങ്ങളിലായിട്ട് ആദ്യ കോളത്തിൽ ചേഞ്ചിങ് വേരിയബിളിൻ്റെ ടൈറ്റിലും ദെൻ റിസൾട്ടിൻ്റെ ടൈറ്റിലും അടുത്ത കോളത്തിലും നൽകുക. അതിനുശേഷം ചേഞ്ചിങ് വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസ്, ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%, 9%, 10% എന്നിങ്ങനെ ഓരോ സെല്ലുകളിലായിട്ട് ഒരു പർട്ടിക്കുലർ കോളത്തിൽ കൊടുക്കാവുന്നതാണ്. ദെൻ സെലക്ട് ദ ടേബിൾ ഏരിയ എക്സ്ക്ലൂഡിങ് ദ ഹെഡിങ്സ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചേഞ്ചിങ് വേരിയബിളും അതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ടിനുള്ള കോളം പരിഗണിച്ചു അല്ലെങ്കിൽ നിർണയിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ കോള ഹെഡിങ് ഒഴികെയുള്ള ആ ടേബിളിൻ്റെ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്, ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഡേറ്റ മെനുവിൽ പോയി മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡേറ്റ ടേബിളിലെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Then the multiple operations window appears in the screen. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്ക്രീൻ ശ്രദ്ധിക്കുക. മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സ്ക്രീൻ നമുക്ക് അവിടെ ലഭിക്കുന്നു. മോണിറ്ററിൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം.
അവിടെ നൽകേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഫീൽഡുകൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഫോമുല. നമ്മൾ കാൽക്കുലേഷൻ നടത്തിയ ആ ഫോമുലയുടെ സെൽ റെഫറൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതും അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം അബ്സല്യൂട്ട് സെൽ റെഫറൻസ് നൽകുന്നത് ഡോളർ സിമ്പൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. B5 എന്ന് പറയുന്ന ആ സെല്ലിലാണ് നമ്മൾ ഫോമുല ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തിയതെങ്കിൽ $5 എന്ന് അതിനെ അബ്സല്യൂട്ട് ആയിട്ടാണ് സെൽ റെഫറൻസ് ഫോമുലയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഫോമുല എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ആ വർക്ക്ഷീറ്റിൽ ഫോമുല ഉപയോഗിച്ച് ഏത് സെല്ലിലാണ് കാൽക്കുലേഷൻ നടത്തിയത് ആ സെൽ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഒറ്റൊരു വേരിയബിളിൽ നിന്ന് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത് ഒറ്റൊരു വേരിയബിളിന് മാത്രമാണ്. അത് നമുക്കറിയാം കോളം ഇൻപുട്ട് സെല്ലിലാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ റോ ഇൻപുട്ട് സെൽ എന്ന് പറയുന്ന ഫീൽഡ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിൽ ഒന്നും തന്നെ എൻ്റർ ചെയ്യേണ്ടതില്ല. തുടർന്ന് കോളം ഇൻപുട്ട് സെല്ലിലാണ് അവിടെ ചേഞ്ചിങ് വേരിയബിൾ, നമ്മൾ വർക്ക്ഷീറ്റിൽ എവിടെയാണോ ചേഞ്ചിങ് വേരിയബിൾ ഫസ്റ്റ് കേസിൽ കൊടുത്തത് ഫോമുല കാൽക്കുലേഷന് വേണ്ടിയിട്ട്, അവിടെ ചേഞ്ചിങ് ആയിട്ടുള്ള വേരിയബിളിൻ്റെ വാല്യൂ ഏത് സെല്ലിലാണ് കൊടുത്തത് അത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് ഇവിടെ കൊടുക്കുക. കോളം ഇൻപുട്ട് സെല്ലിലാണ് അവിടെ ചേഞ്ചിങ് വേരിയബിൾ വർക്ക്ഷീറ്റിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേഷൻ ഉപയോഗിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന സെൽ റെഫറൻസ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫോമുല എന്നുള്ള ഫീൽഡിലും കോളം ഇൻപുട്ട് സെല്ലിലുമാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് നമുക്ക് അവിടെ ഇവ ഇൻസേർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഫീൽഡ് ബോക്സിൻ്റെ വലതുഭാഗത്തായിട്ട് കാണുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. സോ ഇൻ ദ അപ്പിയർഡ് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വിൻഡോ എൻ്റർ ദ സെൽ അഡ്രസ് ഓഫ് ദ ഫോമുലാസ് സെൽ ഇൻ ദ ഫോമുലാസ് ഫീൽഡ്, cell address in the of the changing variable in column input cell field, and click OK in the appeared window. Remember that here the row input cell field should remain blank. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വൺ വേരിയബിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാബ് വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വൺ വേരിയബിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലാബ് വർക്കാണ് ലാബ് വർക്ക് 10. നമുക്കൊരു ചോദ്യം പരിഗണിക്കാം. ലാബ് വർക്കിനായിട്ട് നൽകിയിരിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. എ സെയിൽസ്മാൻ ഇൻ എ ടെക്സ്റ്റൈൽ ഷോപ്പ് ഗെറ്റ്സ് ദ ഫിക്സഡ് സാലറി ഓഫ് ₹15,000 per month and 8% commission on the amount of sales effected by him during the month. അപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ സെയിൽസ്മാന് മാസം 15,000 രൂപ ഫിക്സഡ് സാലറി ഉണ്ട്. അതിന് പുറമെ സെയിൽസ് എമൗണ്ടിൻ്റെ 8% കമ്മീഷനായിട്ടും ഓരോ മാസം ലഭിക്കും. കഴിഞ്ഞ മാസം ആ ബിസിനസ് സ്ഥാപനത്തിൽ ആ സെയിൽസ്മാൻ 35,000 രൂപയുടെ സെയിൽസ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വൺ വേരിയബിൾ ടേബിൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഷോവിങ് ഹിസ് എമൗണ്ട് ഓഫ് സാലറി അറ്റ് ഡിഫറൻറ്റ് സെയിൽസ് ലെവൽസ് റേഞ്ചസ് ഫ്രം 10,000 to 50,000 ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 5,000. അപ്പോൾ അവിടെ 10,000 മുതൽ 50,000 വരെ ഉള്ള സെയിൽസിൽ, അതായത് 5,000-ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള എല്ലാ സെയിൽസ് ലെവലിലും ഇയാൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ സെയിൽസ്മാന് ലഭിക്കുന്ന ടോട്ടൽ സാലറി, മന്ത്ലി സാലറി എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം ഫിക്സഡ് ആയിട്ട് റിമൈൻഡ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അവിടെ റേറ്റ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്ന ഫിക്സഡ് ആണ്. നേരെ തിരിച്ച് എമൗണ്ട് ഓഫ് സെയിൽസ് മാറിക്കൊണ്ടിരിക്കുന്നു. എമൗണ്ട് ഓഫ് സെയിൽസിൽ വ്യത്യാസമുണ്ട്.
എന്നാൽ റേറ്റ് ഓഫ് കമ്മീഷനിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഏത് ലെവൽ ഓഫ് സെയിൽസ് ആണെങ്കിലും 8% തന്നെയാണ് കമ്മീഷൻ. അപ്പോൾ ഇവിടെ ഓരോ ലെവൽ ഓഫ് സെയിൽസും 10,000 മുതൽ 50,000 വരെയുള്ള 5ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള എല്ലാ സെയിൽസ് ലെവലിലുമുള്ള ആളുടെ മന്ത്ലി സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 15,000 രൂപ ഫിക്സഡ് സാലറിയും ദെൻ ആ മാസത്തെ സെയിൽസിൻ്റെ 8% കമ്മീഷനും. ആ രീതിയിലാണ് ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ പോകാം. ആദ്യമായിട്ട് വി ഷുഡ് ഓപ്പൺ എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. ആദ്യമായിട്ട് ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് വർക്ക്ഷീറ്റിൽ എൻ്റർ ചെയ്യാണ് രണ്ടാമത്തെ നടപടി. അതിൽ A1 ഫിക്സഡ് മന്ത്ലി സാലറി എന്ന് ടൈറ്റിൽ കൊടുത്തുകൊണ്ട് B1 മന്ത്ലി സാലറി ഫിക്സഡ് സാലറിയായുള്ള 15,000 കാണിക്കാം. A2 റേറ്റ് ഓഫ് കമ്മീഷൻ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് B2 8% എന്ന് കാണിക്കാം. A3 എമൗണ്ട് ഓഫ് സെയിൽസ് നമ്മൾ പരിഗണിക്കുന്ന മാസത്തെ സെയിൽസിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 35,000 B3 അപ്പോൾ നൽകേണ്ടത്. ഇനി തുടർന്ന് നമ്മൾ A4 ടോട്ടൽ സാലറി എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് B4 ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് B1 ഫിക്സഡ് സാലറിക്ക് പുറമെ സെയിൽസിൻ്റെ 8% കമ്മീഷനും ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഫോർമുല നൽകിയിരിക്കുന്നത് B1 + B3 × B2. ഈ ഫോർമുല ഉപയോഗിച്ചാണ് ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തുടർന്ന് C1 കോളത്തിൽ ഹെഡിങ് ആയിട്ട് സെയിൽസ് കൊടുക്കാം. D1 സാലറി, കാരണം 1 വേരിയബിൾ ടേബിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് CD എന്നുള്ള കോളങ്ങളിലാണ്. അതുകൊണ്ട് C1 സെയിൽസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓരോ ലെവൽസ് ഓഫ് സെയിൽസിലും എത്രയാണ് സാലറി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സാലറി എന്നുള്ള ഹെഡിങ് D1 കൊടുക്കുക. തുടർന്ന് സെയിൽസിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ഡിഫറൻറ്റ് സെയിൽസ് ലെവൽസ് ഓഫ് ദ സെയിൽസ് കോളം ബൈ യൂസിങ് ഫിൽ ഹാൻഡിൽ. ഇവിടെ ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 10,000 മുതൽ 50,000 വരെയുള്ള സെയിൽസ് ലെവൽസാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്കത് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ 10,000 എന്നും സെക്കൻഡ് കോളത്തിൽ 15,000 എന്നും എൻ്റർ ചെയ്തിട്ട് നമുക്ക് ആ 2 കോളവും കോപ്പി ചെയ്തുകൊണ്ട് ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് 50,000 വരെ നമുക്ക് സെയിൽസ് ലെവൽ ഫില്ല് ചെയ്യാൻ കഴിയും. ദെൻ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടേബിളിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യലാണ്. ഇവിടെ C2 D10 എന്നുള്ള ഏരിയയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ടൈറ്റിൽ ഏരിയ, സെയിൽസ് സാലറി എന്നുള്ള ആ ടൈറ്റിൽ ഒഴിവാക്കി ബാക്കിയുള്ള ഏരിയ, അതായത് C2 മുതൽ D10 വരെയുള്ള ഏരിയ സെലക്ട് ചെയ്യുക. ദെൻ ഗോ ടു ഡേറ്റ ആൻഡ് ചൂസ് ദ ഓപ്ഷൻ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ്. ഡേറ്റ എന്നുള്ള മെനുവിലെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം അപ്പിയർ ചെയ്യുന്ന ആ വിൻഡോയിൽ ആദ്യമായിട്ട് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് ഫോർമുലയുള്ള സെല്ല് പ്രതിപാദിക്കുക. അത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കണം. ഫോർമുല ഫീൽഡിൽ ഫോർമുലയുള്ള സെല്ല് നമുക്കറിയാം B4 ആണ്. അത് അബ്സല്യൂട്ട് ആയിട്ട് കൊടുക്കുക. $B $4 എന്നുള്ള രീതിയിൽ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. ദെൻ അടുത്തായിട്ട് നെക്സ്റ്റ് ഫീൽഡിൽ നമുക്കറിയാം റോ ഇൻപുട്ട് ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് വിടുക. അതിനുശേഷം മൂന്നാമത് കാണുന്ന കോളം ഇൻപുട്ട് സെല്ലിലാണ് അവിടെ നമുക്ക് ചേഞ്ചിങ് വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിൻ്റെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് കൊടുക്കേണ്ടത്. അതായത് B3 ആണ്. ഇവിടെ ചേഞ്ചിങ് വേരിയബിൾ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസിൻ്റെ എമൗണ്ട് 35,000 നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത് B3 എന്നുള്ള സെല്ലിലാണ്. അത് അബ്സല്യൂട്ടായിട്ട് $B $3 എന്ന് നൽകുക. അവിടെ നമുക്കറിയാം സെൽ റെഫറൻസ് മേ ഓൾസോ ബി എൻറ്റേഡ് ബൈ യൂസിങ് ദ സ്ട്രിംഗ് ബട്ടൺ ഇൻ ദ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഡയലോഗ് ബോക്സ്. നമ്മൾ കണ്ടു
ഫീൽഡുകളുടെ വലതുഭാഗത്തായിട്ടുള്ള ആ ശ്രിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അബ്സല്യൂട്ട് സെൽ റെഫറൻസുകൾ ഇൻപുട്ടായിട്ട് നൽകാവുന്നതാണ്. ഫോർമുല ഫീൽഡിലും അതോടൊപ്പം തന്നെ കോളം ഇൻപുട്ട് സെല്ലിലും ശ്രിങ്ക് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സെൽ റെഫറൻസുകൾ ഇൻസേർട്ട് ചെയ്യാം. ദെൻ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്നുള്ള ആ ഡയലോഗ് ബോക്സിൽ ഓക്കെ നൽകുക. അപ്പോൾ അവിടെ നമുക്ക് ഡിഫറൻറ്റ് സെയിൽസ് ലെവലിലുള്ള ആ സെയിൽസ്മാൻ്റെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ടേബിളായിട്ട് നമുക്ക് ലഭിക്കും. ഈ രീതിയിലാണ് ഒരു വൺ വേരിയബിൾ ടേബിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഈ ലാബ് വർക്ക് എങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യാമെന്ന് നമുക്ക് തുടർന്ന് നോക്കാം. അതിനായി പുതിയൊരു വർക്ക്ഷീറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുക. വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നൽകിയിരിക്കുന്ന ഡേറ്റ വർക്ക്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കോളം വിഡ്ത്തുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമുക്കറിയാം ഫിക്സഡ് മന്ത്ലി സാലറിയാണ്. A1-ൽ ഫിക്സഡ് മന്ത്ലി സാലറി എന്നുള്ള ടൈറ്റിൽ കൊടുത്തു. നമുക്കറിയാം ഫിക്സഡ് മന്ത്ലി സാലറി 15,000 രൂപയാണ്. അത് B1 എന്നുള്ള സെല്ലിൽ നമ്മൾ നൽകി. ദെൻ തുടർന്ന് നമുക്ക് നൽകേണ്ടത് റേറ്റ് ഓഫ് കമ്മീഷനാണ്. ടൈറ്റിൽ A2-ൽ നൽകുക. റേറ്റ് ഓഫ് കമ്മീഷൻ 8% 8% ആണ് അവിടെ റേറ്റ് ഓഫ് കമ്മീഷൻ. B2-ൽ അത് എൻ്റർ ചെയ്യുക 8%. ദെൻ തുടർന്ന് A3-ൽ എമൗണ്ട് ഓഫ് സെയിൽസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. എമൗണ്ട് ഓഫ് സെയിൽസ് ടൈറ്റിൽ നൽകി. എമൗണ്ട് ഓഫ് സെയിൽസ് നൽകിയ 35,000 ആണ്. അത് B3-ൽ എൻ്റർ ചെയ്യുക. ദെൻ തുടർന്ന് നമ്മൾ എമൗണ്ട് ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ സാലറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ടൈറ്റിൽ നൽകി ടോട്ടൽ സാലറി എന്നുള്ള ടൈറ്റിൽ A4-ൽ നൽകുക. ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല B4-ൽ കൊടുക്കുക. ഈക്വൽ ടു ടോട്ടൽ സാലറി എന്ന് പറയുന്നത് മന്ത്ലി ഫിക്സഡ് സാലറിക്ക് പുറമെ കമ്മീഷനും കൂടെ ചേരുന്നതാണ്. അവിടെ ഫിക്സഡ് സാലറി ഉള്ളത് B1-ലാണ്. പ്ലസ് അതിന് പുറമെ കമ്മീഷൻ ലഭിക്കുന്നു. കമ്മീഷൻ സെയിൽസ് B3-ലാണുള്ളത്. ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഉള്ളത് B2-ലാണ്. എൻ്റർ ചെയ്യുക. അവിടെ കമ്മീഷൻ്റെ എമൗണ്ട് ടോട്ടൽ സാലറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. 15,000 ഫിക്സഡ് സാലറിക്ക് പുറമെ കമ്മീഷൻ കൂടെ ഉൾക്കൊള്ളുന്നതാണ് ടോട്ടൽ സാലറി. അപ്പോൾ ബേസിക്കായുള്ള കാൽക്കുലേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ടേബിളിൻ്റെ കൺസ്ട്രക്ഷനിലേക്കാണ് പോകേണ്ടത്. അതിനുവേണ്ടി ആദ്യം ചേഞ്ചിങ് വേരിയബിൾ ഏതാണോ അതിന് ടൈറ്റിൽ നൽകുക. ഇവിടെ സെയിൽസ് ആണ് ചേഞ്ചിങ് വേരിയബിൾ. അതുകൊണ്ട് ടൈറ്റിൽ സെയിൽസ് എന്ന് നമ്മൾ നൽകി C1-ൽ. ദെൻ D1-ൽ തുടർന്ന് നമുക്ക് കാൽക്കുലേഷൻ നടത്തേണ്ടത് സാലറിയാണ്. സാലറി എന്ന ടൈറ്റിൽ കൊടുക്കാം. തുടർന്ന് ഡിഫറൻറ്റ് സെയിൽസ് ലെവൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. 10,000 മുതൽ 50,000 വരെയാണ് 5,000 മൾട്ടിപ്പിൾസ് ആയിട്ട് നൽകേണ്ടത്. ആദ്യ വാല്യൂ 10,000 എൻ്റർ ചെയ്തു C2-ൽ. C3-ൽ അടുത്ത വാല്യൂ ആയിട്ടുള്ള 15,000 എൻ്റർ ചെയ്തു. ഇനി ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി 2 കോളം എമൗണ്ട് എൻ്റർ ചെയ്ത് 2 കോളം സെലക്ട് ചെയ്യുന്നു. ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത്
50,000 വരെ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. തുടർന്ന് ഓരോ സെയിൽസ് ലെവലുമുള്ള കറസ്പോണ്ടിങ് സാലറി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൺ വേരിയബിൾ ടേബിളിൻ്റെ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. C2 മുതൽ D10 വരെയുള്ള ആ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡേറ്റ എന്നുള്ള മെനുവിലെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസിലേക്ക് പോകുന്നു. മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ്, അവിടെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ആ പോപ്പപ്പ് മെനുവിൽ ആദ്യമായിട്ട് നമുക്ക് ഫോർമുല എൻ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോർമുല നൽകിയിരിക്കുന്ന സെല്ലെന്ന് പറയുന്നത് B4 ആണ്. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് നൽകുക $B$4. ദെൻ റോ ഇൻപുട്ട് സെല്ല് ബ്ലാങ്ക് ആയിട്ട് വിടേണ്ടതാണ്. കാരണം ഒറ്റൊരു വേരിയബിളെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അത് കോളം ഇൻപുട്ട് സെല്ലിലാണ് നമ്മൾ സെയിൽസിൻ്റെ വാല്യൂസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കോളം ഇൻപുട്ട് സെല്ലിൽ സെൽ റെഫറൻസ് കൊടുക്കുക. ഏതാണോ വേരിയബിൾ, അതായത് എമൗണ്ട് ഓഫ് സെയിൽസ് ആണ് ഇവിടുത്തെ വേരിയബിൾ. അതുകൊണ്ട് എമൗണ്ട് ഓഫ് സെയിൽസ് ഉള്ളത് B3യിലാണ്. അപ്പോൾ ആ B3യുടെ സെൽ റെഫറൻസ് അബ്സല്യൂട്ട് ആയിട്ട് കൊടുക്കാം. $B$3. സെയിൽസിൻ്റെ എമൗണ്ട് 35,000 എൻ്റർ ചെയ്തിരിക്കുന്ന സെല്ലാണത്. ദെൻ ഓക്കെ നൽകുക. അവിടെ ഓട്ടോമാറ്റിക്കലി ഓരോ സെയിൽസ് ലെവലിനുമുള്ള എമൗണ്ട് ഓഫ് സാലറി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് നേരിട്ട് എൻ്റർ ചെയ്യാതെ നമുക്ക് സ്ട്രിംഗ് ബട്ടൺ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. സ്ട്രിംഗ് ബട്ടൺ ഉപയോഗിച്ച് എങ്ങനെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഇൻസേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ ടേബിളിൻ്റെ ഏരിയ സെലക്ട് ചെയ്യുക, ഡേറ്റയിലെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എടുക്കുക. അവിടെ അപ്പിയർ ചെയ്യുന്ന മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ആ പോപ്പപ്പ് മെനുവിൽ ആദ്യം ഫോർമുല ഫീൽഡിൽ ഫോർമുലയുള്ള സെൽ റെഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വലതുഭാഗത്തുള്ള സ്ട്രിംഗ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വർക്ക്ഷീറ്റിൽ നമുക്ക് തുടർന്ന് നേരിട്ട് ആ സെൽ റെഫറൻസ് എടുക്കാവുന്നതാണ്. ടോട്ടൽ സാലറി ഉള്ള B4 എന്നുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെൽ റെഫറൻസ് അവിടെ വരുന്നതാണ്. വീണ്ടും എക്സ്പാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ഇതുപോലെ തന്നെ കോളം ഇൻപുട്ട് സെല്ലിൽ നമുക്ക് സ്ട്രിങ്ക് ചെയ്തിട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാം, സെൽ റെഫറൻസ് നൽകാം. സ്ട്രിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അവിടെ നൽകേണ്ടത് നമുക്കറിയാം, എമൗണ്ട് ഓഫ് സെയിൽസ് ഉള്ള B3 ആണ്. ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് വരുന്നതാണ്. എക്സ്പാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ വാല്യൂ അവിടെ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 2 വേരിയബിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നു. ഇവയ്ക്ക് വേണമെങ്കിൽ ടേബിളിന് വേണമെങ്കിൽ ഗ്രിഡ് ലൈൻസ് നമുക്ക് നൽകാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മളൊരു വൺ വേരിയബിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലുള്ള എല്ലാവരും ലിബ്ര ഓഫീസ് കാൽക്കിലെ വർക്ക്ഷീറ്റിൽ ഇത്തരത്തിലൊരു വൺ വേരിയബിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും വിടാം. അവിടെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഡിഫറൻറ്റ് സെയിൽസ് ലെവൽസ് 10,000 മുതൽ 50,000 വരെയുള്ള സെയിൽസ് ലെവൽസിലുള്ള സെയിൽസ്മാൻ്റെ സാലറിയാണ് അവിടെ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.